രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടിയാണ് ഞങ്ങളിതാ ഒന്ന് ചാലിയത്തേക്ക് സൺറൈസ് കാണാൻ പോകാൻ വിചാരിച്ചു. ഞങ്ങളൊന്ന് അവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇതാ കടലുണ്ടി ഉണ്ടല്ലോ, അവിടുത്തെ പാലത്തുമെന്നാണ് സൺറൈസ് കാണുന്നത്. അങ്ങനെ പിന്നെ നേരെ ചാലിയത്തോട്ട് വിട്ടു. ഞങ്ങൾ മോയ അയക്കാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് മൊത്തം നടന്നു പോയി. പിന്നെ കുറച്ചൊക്കെ നടന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടേക്ക് കാറും ബൈക്കൊക്കെ കയറുന്നു. കുറേ നടന്നു. ലിയൊക്കെ കരഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിനി നടക്കാൻ വയ്യാന്ന്. പിന്നെ അവിടെ അതിൻ്റെ ഉള്ളിലെത്തിയപ്പോഴോ അങ്ങനെ രാവിലെ ആയതുകൊണ്ട് തന്നെ ഷോപ്പുകളൊന്നും ഇല്ലായിരുന്നു ഫുഡ് കഴിക്കാനും. അങ്ങനെ പിന്നെ അവിടെ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതാ ഈ ഒരു ഏരിയയിലൊക്കെ ഞാൻ കയറുന്നുണ്ട്. ഇവിടെ ആൾക്കാരുണ്ട്, പക്ഷെ ഇങ്ങനെ ഓരോ സ്കേറ്റിങ് അങ്ങനത്തെ ഒക്കെ പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഓരോരുത്തർ വന്നിട്ട് അല്ലാതെ കുറേ ആൾക്കാരൊന്നുമില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ അട്ടം നോക്കി ഇങ്ങനെ ഇരുന്നു. ലീ ഇപ്പച്ചൊക്കെ ലിയ ഫോൺ കളിക്കുക, ഇപ്പം അത് നോക്കിക്കുക. അങ്ങനെ വേറെ കാര്യമായിട്ടുള്ളൊരു പണിയൊന്നും ഇല്ല. ഇനി ഇവിടെ സംഗതി നല്ല രസമുണ്ട്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. സൺറൈസ് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നമ്മളെ മുഖത്തോട്ടേക്ക് വെയിലിങ്ങനെ തട്ടുന്നൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടു നിൽക്കാം. അത് ഓപ്പോസിറ്റ് ഭാഗമാണല്ലോ ബേപ്പൂര്. അപ്പോൾ ബേപ്പൂര് എന്തോ ഫെസ്റ്റൊക്കെ നടത്തുന്നുണ്ട്. ഇവിടെയുണ്ട് എന്തോ ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ എന്തോ 8 മണി 9ൻ്റെ ശേഷമാണ്. ഞങ്ങൾ നല്ല രാവിലെയാണല്ലോ വന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ വിടുകയാണ്, എന്ന് വെച്ചാൽ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്തോ മീൻ മാർക്കറ്റിൽ കയറി അങ്ങനെ എന്തോ ആണ്. അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. മീൻ വാങ്ങാനൊന്നുമല്ല, വെറുതെ കണ്ട് നിൽക്കാൻ. അപ്പോൾ ലിയത് അവിടെ നിന്ന് ചായ വേണമെന്ന് കച്ചറ ഉണ്ടാക്കിയപ്പോൾ അവിടെ ഗൂഗിൾ പേ ഒന്നുമില്ല. ലാസ്റ്റ് എന്തൊക്കെയോ കാട്ടി കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ ഞങ്ങളൊന്ന് കടുക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഹോട്ടലിൽ കയറി ചായയും കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.